വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഭാഷിതങ്ങൾ 5-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൻ്റെ അപകടം തുറന്നു കാണിക്കുന്നു. വ്യഭിചാരിണിയുടെ പ്രലോഭനം ഒഴിവാക്കണമെന്നും അത് മധുരമെങ്കിലും കൈപ്പേറിയ അന്ത്യത്തിലെ അവസാനിക്കൂ എന്ന മുന്നറിയിപ്പും നൽകുന്നു. സ്വന്തം ഭാര്യയിൽ സന്തോഷിക്കുക എന്നും ദൈവം എല്ലാം കാണുന്നുവെന്നും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. അധ്യായം 6-ൽ 4 മുന്നറിയിപ്പുകൾ തരുന്നു. 1. ജാമ്യം വഹിക്കരുത്. 2. അലസത ഒഴിവാക്കുക. 3. ദുഷ്ടന്റെ ലക്ഷണങ്ങളും 7 വിദ്വേഷകരമായ കാര്യങ്ങളും ഉപേക്ഷിക്കുക. 4. വ്യഭിചാരത്തിൻ്റെ ഭയങ്കര ഫലങ്ങളായ നാശം, അപമാനം ഇവ ഉപേക്ഷിക്കുക എന്നിവ വിവരിക്കുന്നു. അധ്യായം 7-ൽ പ്രലോഭനത്തിന് അടിമപ്പെട്ട് വ്യഭിചാരിണിയുടെ കെണിയിൽ വീഴുന്ന യുവാവിൻ്റെ വീഴ്ചയുടെ നാടകീയമായ വിവരണം കാണാം. ജ്ഞാനരഹിതൻ മരണത്തിലേക്ക് നടന്നടുക്കുന്നു എന്ന് ഇവിടെ കാണുന്നു. അധ്യായം 8-ൽ ജ്ഞാനത്തിൻ്റെ ആഹ്വാനമാണ്. ജ്ഞാനം പരസ്യമായി വിളിക്കുന്നു. സൃഷ്ടിക്ക് മുമ്പേ ജ്ഞാനം ദൈവത്തോടൊപ്പമായിരുന്നുവെന്നും നീതിയുടെ പാത സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഇവിടെ വിവരിക്കുന്നു. ജ്ഞാനം ജീവനും മൂഢത്വം മരണവുമാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. 9-ാം അധ്യായത്തിൽ ജ്ഞാനവും മൂഢത്വവും തമ്മിലുള്ള വ്യത്യാസം വരച്ചു കാട്ടുന്നു. ജ്ഞാനത്തിൻ്റെ വിരുന്ന് ലളിതരെ ജീവന്റെ പാതയിലേക്ക് നയിക്കുന്നുവെന്നും മൂഢത്വത്തിൻ്റെ വിരുന്ന് മരണത്തിലേക്ക് നയിക്കുന്നുവെന്നും ഇവിടെ വ്യക്തമാക്കുന്നു. ശിക്ഷണം സ്വീകരിച്ച് പരിഹാസം ഒഴിവാക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. സുഭാഷിതങ്ങൾ 9-ാം അധ്യായം 10-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.